ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു എല്ലാവരും. കിച്ചണിലാണ് നിൽക്കുന്ന കേട്ടോ. എന്താ പരിപാടി എന്നല്ലേ? ഒന്നുമില്ല, ചെറിയ സിമ്പിള പരിപാടി കേട്ടോ. 4 മണിക്ക് ചായക്ക് കടിയൊന്നുമില്ലായിരുന്നു. എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചപ്പോൾ 4 മണി ഒന്നൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് നോക്കിയപ്പോൾ ഇരിക്കുന്ന കേട്ടോ, പഴം ഇരിക്കുന്നുണ്ട്. പഴത്തിൻ്റെ ഒരു വരുമ്പോൾ കണ്ടോ, ഇത്രയൊക്കെ ഉള്ളു സംഭവം. ആകെ കോല് പോലെ ഇരിക്കുകയാണ്. ഇവിടെ കിലോയ്ക്ക് 85 രൂപയാണ് കേട്ടോ പഴം. അപ്പോൾ പിന്നെ ഇരിക്കുന്ന പഴം ഭയങ്കരമായിട്ടൊന്നും പഴുത്തിട്ടൊന്നുമില്ല, ഒരു മീഡിയം സൈസിലെ പഴുപ്പ്. പക്ഷെ കണ്ടപ്പോൾ വിചാരിച്ചെന്നാൽ പിന്നെ അങ്ങ് പഴംപൊരി ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എന്തായാലും നമുക്ക് പഴംപൊരി ഉണ്ടാക്കി കഴിക്കാം. പോകെ റെഡി അല്ലേ? അപ്പോൾ എൻ്റെ കൂടെ പഴംപൊരി ഉണ്ടാക്കാൻ വരികയല്ലേ? വാ പോകാം, പഴംപൊരി ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ. ഇവിടെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനായിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അതേ 1 കപ്പ് മൈദയാണ് കേട്ടോ. കൂടാതെ ഞാനിതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ, നൈസായിട്ടുള്ള അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ഇഷ്ടമല്ലാത്തവരെ സംബന്ധിച്ച് ഇനി വളരെ സോഫ്റ്റായിട്ടാണ് നമുക്ക് പഴംപൊരി വേണ്ടതെന്നുണ്ടെങ്കിൽ അരിപ്പൊടി നമുക്ക് ഒഴിവാക്കിയേക്കാം. മൈദ മാത്രം മതി കേട്ടോ. ഇപ്പം ഞാൻ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പം ഞാൻ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തത്. ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ പഞ്ചസാര വേണ്ട, ഷുഗറൊക്കെ ആണ് എന്ന് ഉള്ളവരെ സംബന്ധിച്ച് നമുക്ക് പഞ്ചസാര അവിടെ അവോയ്ഡ് ചെയ്ത് കളയാം. പഞ്ചസാര നമുക്ക് ഇടണ്ട കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ ഇവിടെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി താല്പര്യമില്ലാത്തവരെ സംബന്ധിച്ച് മഞ്ഞൾപ്പൊടി ഇടണമെന്നില്ല, കളർ വേണ്ടാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഒരു നുള്ളു ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഉപ്പ് കൂടി പോകാതെ സൂക്ഷിക്കണം. നമ്മുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറായി കിട്ടും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ല, പക്ഷേ പകരം ഞാൻ ഏലക്കയുടെ 2-3 കുരു ഇടുന്നുണ്ട് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി. ഇത്രയും സാധനങ്ങൾ മതി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇതിനകത്ത് പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും അരിപ്പൊടിയും മൈദയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. അതിനുശേഷം നമുക്കിത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. വെള്ളം കൂടി പോകരുത്, കുറേശ്ശെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരി നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് കിട്ടത്തില്ല കേട്ടോ. പഴംപൊരി എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? പഴംപൊരി ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ, മറക്കല്ലേ. ഇത് ഏലക്കയുടെ കുരുവാണ് കേട്ടോ ഈ കിടക്കുന്നത്. ഏലക്കയുടെ പൊടിയാണ് ഏറ്റവും നല്ലത്. ഞാൻ പിന്നെ ഏലക്ക പൊടി ഇല്ലാത്തതുകൊണ്ട്, ഏലക്ക ഇഷ്ടമായതുകൊണ്ട് തന്നെ ഏലക്കയുടെ കുരു എടുത്തിട്ടതാണ് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമ്മുടെ മാവായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം, പക്ഷെ വെള്ളം ചേർക്കണ്ട. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഇതിനകത്ത് നമ്മുടെ അരിപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു തരിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് നേരം നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടി ഇത് വെയിറ്റ് ചെയ്യാം കേട്ടോ. സമയം കൊടുക്കാം. കാരണം മാവൊക്കെ ഇതിനകത്ത് നന്നായിട്ട് എല്ലാ സാധനങ്ങളും മിക്സായി വരാനും മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടാനും നമ്മുടെ പഴംപൊരി റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവാതിരിക്കാനും വേണ്ടി ഒരു 10-20 മിനിറ്റ് സമയം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. സാധാരണ കടകളിലൊക്കെ ചില ഹോട്ടലുകാർ ചെയ്യും കേട്ടോ, ഒരു 7-8 മണിക്കൂറൊക്കെ ഇങ്ങനെ മാവ് കലക്കി വെച്ചേക്കാറുണ്ട്. അതായത് രാവിലെ ഇങ്ങനെ മാവ് കലക്കിയിട്ട് വൈകിട്ട് 2 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും അവർ പഴംപൊരി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് കിട്ടും. എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യില്ല. ഇതിപ്പോൾ നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പഴം തോലൊക്കെ കളഞ്ഞ് മുറിച്ച് വെക്കാം. പഴംപൊരി എല്ലാവർക്കും ഒരുവിധം ഇഷ്ടമാണല്ലേ, കൊച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ നമ്മുടെ പഴം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒത്തിരി അങ്ങോട്ട് പഴുത്തിട്ടില്ല. പഴംപൊരി തിന്നാനുള്ളൊരു ആഗ്രഹം കയറിയപ്പോൾ എന്നാൽ പിന്നെ ഇരിക്കുന്ന പഴം എടുത്തങ്ങ് പഴംപൊരി ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. എന്തായാലും നമ്മൾ വീട്ടിൽ പഴം ഇരിക്കുമ്പോൾ കടയിൽ പോയി ഇനിയിപ്പോൾ മേടിക്കണ്ടല്ലോ എന്ന് കരുതി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ അല്ലേ? അതല്ലേ എൻ്റെ ഒരു ശരി. ഇനി നമുക്ക് പഴം നന്നായിട്ട് മുറിച്ച് ഇടാം. നിങ്ങൾക്ക് എത്ര പീസാക്കണം? 4 പീസ്. ഞാൻ ഒരു പഴം എടുത്തു കഴിഞ്ഞാൽ ഞാൻ 4 പീസാക്കാറുണ്ട് കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരമാണ്. അത് വലുതാക്കി വേണമെങ്കിലും മുറിക്കാം, ചെറുതാക്കി വേണമെങ്കിലും മുറിക്കാം. അത് അവനവൻ്റെ ഇഷ്ടപ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇനി നമ്മൾ വലുതാക്കി മുറിച്ചതിന് ശേഷം 2ആക്കി
ഇതിന് വേണമെങ്കിൽ ഇനി നമുക്ക് രണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഏതായാലും അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ പഴം ഏതായാലും ഇങ്ങനെ മുറിച്ച് അങ്ങ് ഇടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ വളരെ ഇതിന് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇങ്ങനെ മുറിക്കാം. വേണ്ട, എന്തിനാ. അപ്പം അതുകൊണ്ട് പഴംപൊരി ഇഷ്ടമുള്ളവരൊക്കെ, ചായക്ക് പഴംപൊരി കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് അടിച്ചേക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ പഴമൊക്കെ മുറിച്ച് കഴിയുമ്പം കുറച്ചൊരു 10 മിനിറ്റോടെ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മാവ് റെഡിയായി കിട്ടും കേട്ടോ. ഇതിന് വേണമെങ്കിൽ ഞാൻ ഇത്രേ തന്നെ ചെയ്യുന്നുള്ളൂ. വേണമെങ്കിൽ കുറച്ചും കൂടെ ചെറുതാക്കാം. ഞാനിവിടെ പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ പാനാണ് വെച്ചേക്കുന്നത്, കാരണം ഇത്ര പഴംപൊരിയല്ലേ ഉള്ളൂ. നമ്മുടെ പാനിൻ്റെ ഒരച്ചൊരച്ചൊരിച്ച് കളഞ്ഞതിൻ്റെ കളറൊക്കെ, കളർ മാറ്റമൊക്കെ നിങ്ങൾ കാണുന്ന, വേറൊന്നും പേടിക്കേണ്ട, വേറൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അപ്പോൾ ഏതായാലും വെള്ളമയൊക്കെ ഒന്ന് വറ്റട്ടെ, എന്നിട്ട് വേണം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. ഞാനിവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ശരിക്കും ചൂടായി വന്നോട്ടെ. നമ്മുടെ മാവ് ഇപ്പോൾ നല്ല ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി റെഡിയാക്കാം. നമ്മുടെ എണ്ണ ഇങ്ങനെ ചൂടായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്തേക്ക് നമ്മുടെ പഴംപൊരി അങ്ങോട്ട് മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം. പഴംപൊരി തിന്നാനൊന്നും കൊതിയായിട്ടേ ഇരിക്കുക കേട്ടോ. സാധാരണ അങ്ങനെ ആകുമ്പോൾ ഞാൻ കടയിൽ നിന്ന് മേടിക്കാറ്. അപ്പോൾ ഇതിനെന്തോ പഴം ഇരിക്കുന്നുണ്ട് കേട്ടോ എന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ അത് ഉണ്ടാക്കളയാന്ന് വിചാരിച്ചേട്ടോ. നിങ്ങളിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അഭിപ്രായം പറഞ്ഞേക്കണേ. ഞാൻ പറഞ്ഞല്ലോ, നല്ല സോഫ്റ്റായിട്ട് വേണമെന്നുള്ളവർ അരിപ്പൊടി അങ്ങ് ഒഴിവാക്കിയാൽ മതി. ക്രിസ്പി ആയിട്ട് വേണമെന്നുള്ളവരെ സംബന്ധിച്ച് നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഇത്തിരി അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് ക്രിസ്പി ആവാൻ നല്ലതാണ് കേട്ടോ. ഏതായാലും നമ്മൾ പഴംപൂരി ഒന്ന് മുരിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഒരു വശം ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് കണ്ടില്ലേ, ബ്രൗൺ കളർ ഷെയ്ഡായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം, പാത്രത്തിലേക്ക് മാറ്റാം. ഇതുകൊണ്ട് ഞാൻ നല്ല ക്രിസ്പി ആയിട്ട് വന്നിരിക്കുന്നത്. അരിപ്പൊടിയും കൂടെ ചേർത്തത് കൊണ്ടാണത്. നമുക്ക് സെക്കൻഡ് സെഷൻ ഇട്ടു. രണ്ടാമത്തെ സെഷനിൽ നമ്മളെല്ലാം കൂടെ കുത്തി നിറച്ചിട്ട്, ആദ്യത്തെ സെഷനിൽ 4 പീസ് ഇട്ടുള്ളൂ. അതിൻ്റെ ഒരു വിഷമം തീർക്കാൻ വേണ്ടി ഇനി ഒരു പീസും കൂടെ ഉണ്ട് ബാലൻസ്. ഞാൻ ഇപ്പം കുത്തി നിറയ്ക്കുക എവിടെയെങ്കിലും. ഇത് എവിടെ കുത്തി നിറയ്ക്കൂടെ, ഇവിടെ കിടന്നോട്ടെ അല്ലേ. ഇത് അടങ്ങി കിടന്ന് വെന്തോണം കേട്ടോ. ഓക്കെ, ഞാനാരാ മോള്. അപ്പോൾ ദേ നമ്മുടെ മാവ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ, ഇനി ആ കയ്യിലിരിക്കുന്ന മാവും കൂടെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കും കേട്ടോ. നമ്മൾ മാവൊന്നും അങ്ങനെ വേസ്റ്റാക്കി കളയാൻ പാടില്ല. അപ്പോൾ അതവിടെ കിടന്ന് പതുക്കെ വെന്തോട്ടെ. അങ്ങനെ ഞങ്ങളുടെ പഴംപൊരി ദേ റെഡിയായി വന്നിട്ടുണ്ട്. എത്ര പെട്ടെന്നാണല്ലേ റെഡിയായി കിട്ടിയത്. അപ്പം കുഞ്ഞു ആഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ള പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വെച്ച് നോക്കിയേക്കരുത് കേട്ടോ. ഇപ്പം നമ്മൾ ഇത്രയും പഴംപൊരി കടയിൽ നിന്ന് മേടിച്ചാൽ എത്ര രൂപയാവും അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ഉണ്ടാക്കി കഴിച്ചാലോ. ബായ്. അയ്യോ, നിങ്ങൾക്ക് തന്നില്ല, എടുത്തോളാം കേട്ടോ. അപ്പം ഞാനും കഴിച്ചോളാം. ടാറ്റാ, ബൈ ബൈ.